ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ മധുരയിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. ആക്ച്വലി 11 മണി എങ്ങാണ്ടായി മധുര ഞങ്ങൾ ഹോട്ടലെത്തിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വെരി നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ പോയി മധുര മീനാക്ഷി ടെമ്പിളിൽ പോയി ദർശനമൊക്കെ നടത്തി. ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടിയ ദിവസമാണിന്ന്. ദർശനം നടത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ച് ഞങ്ങളുടെ കൂടെയുള്ള 2 പേരെ മിസ്സായി പോയി. പക്ഷെ ഇപ്പൊ എല്ലാവരും തിരിച്ചൊക്കെ കിട്ടി. ഞങ്ങൾ വിജയകരമായിട്ട് രാമേശ്വരത്തേക്ക് യാത്ര പോവാണ്. ഇപ്പൊ എല്ലാവരും ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പൊ അതുകൊണ്ട് അതെന്താ അതെ പറഞ്ഞോ. അമ്മയും പ്രണവും കൂടെ ഞങ്ങള് എളുപ്പമാക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടാൽ അവര് മിസ്സായി പോയി. ഞങ്ങള് കാര്യം ആക്ച്വലി ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോ തന്നെ 6 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. പക്ഷെ അപ്പോഴേ തന്നെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ക്യൂ നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അമ്മ സ്പെഷ്യൽ ദർശനം ഉണ്ട്. അവിടെ പൈസ കൊടുത്ത് 100 രൂപ ടിക്കറ്റ് എടുത്താൽ സ്പെഷ്യൽ ദർശനത്തിന് കയറാം. മണ്ടത്തിനെ കാണിച്ച് ഞങ്ങളും കൂടി അങ്ങനെ കയറിയാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ പുറമേ നോക്കിയപ്പോൾ വലിയ ക്യൂ ഒന്നും കണ്ടില്ല. അത്രയും രാവിലെയല്ലേ. എന്നാൽ പിന്നെ അമ്മയും അമ്മയ്ക്ക് കൂട്ടായിട്ട് പ്രണവും കൂടി പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ 2 പേരും ടിക്കറ്റ് എടുത്ത് വിട്ടു. ഞാനും അബിയും പ്രയാഗയും ടിക്കറ്റ് എടുക്കാതെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. പക്ഷേ എന്നാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവർ നേരത്തെ ടിക്കറ്റ് എടുത്ത് കയറിയതുകൊണ്ട് അവരുടെ നേരെ ദർശനം കഴിഞ്ഞ് അവർ നേരത്തെ ഇറങ്ങി. അവർ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് 1.5 ക്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1.5 ക്യൂ, 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കാണാതെ അവർ ഞങ്ങൾ കയറി വന്നത് വേറൊരു ഗേറ്റ്. അത് പ്രത്യേകം പറയണം. മധുര മീനാക്ഷി ടെമ്പിളിൽ 4 ഗേറ്റ് ഉണ്ട്. സൗത്ത് ഗേറ്റ്, നോർത്ത് ഗേറ്റ്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ 4 എണ്ണം ഉണ്ട്. നമ്മൾ സൗത്ത് വഴിയായിരുന്നു കയറിയത്. അവരതറിയാതെ വേറൊരു ഗേറ്റിൽ കൂടി അവരിറങ്ങി, ഈസ്റ്റിൽ കൂടി ഇറങ്ങി. അതെ, എന്നിട്ട് അവരെ കാണാനില്ല. അപ്പൊ ഞങ്ങള് ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ കുറെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങള് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് വിചാരിച്ച് അവരിറങ്ങി. ഞങ്ങൾ ഇറങ്ങി വന്ന് സൗത്ത് ഗേറ്റിൽ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ അവരെ അവിടെ കാണുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം, അവിടെ കയറുമ്പോൾ അവർ നമ്മുടെ ലോക്കറിൽ നമ്മുടെ ഫോണെല്ലാം മേടിച്ച് വെക്കും, സേഫ് ഗാർഡ് ചെയ്ത് വെക്കും. ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. ഫോണ്, സ്മാർട്ട് വാച്ച് പോലും അവിടെ പോകുന്നവർ കെട്ടിക്കൊണ്ട് പോകണ്ട, എല്ലാം വെക്കും. വിളിക്കാനും പറ്റില്ല. അതാണ് സംഭവിച്ചത്. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും നോക്കായിരുന്നു. ഇതിപ്പം ഞങ്ങള് എന്നിട്ട് സൗത്ത് ഗേറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അവരെ അവിടെ മുന്നേ നോക്കി നമ്മൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് ലോക്കറിൽ നിന്ന് മൊബൈൽസ് എടുത്തു, ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെരുപ്പ് എടുത്തു. അതെല്ലാം ഇട്ട് നമ്മൾ അവിടെ ഏരിയയിൽ ആ ഗേറ്റിന്റെ ഭാഗം മൊത്തം ഒന്ന് കറങ്ങി നോക്കി. അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചു, ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി ആരിലും വന്നോ, കണ്ടില്ല. പിന്നെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊന്ന് ആ ഏരിയയിലേക്ക് ഒന്ന് ചുറ്റി കറങ്ങി നോക്കിയിട്ട് അതെ അല്ല അതിന് മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് സംഭവിച്ചു പറയട്ടെ. നമ്മൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി നോക്കിയിട്ട് അവസാനം ഞങ്ങളോട് നിങ്ങൾക്ക് ഹോട്ടലിന്റെ പേരറിയാം താമസിക്കുന്നത്. ഇനിയിപ്പോ ഫോൺ വിളിച്ചിട്ട് നമ്മളെ കിട്ടത്തില്ലല്ലോ, ഫോൺ ഇല്ലല്ലോ കയ്യില്. അപ്പോൾ അമ്പലത്തിൽ കയറുന്ന ആരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവര് നമ്മളെ കാണാതെ ഇനി അവർ ഹോട്ടലിലേക്ക് പോയി പറയാൻ വേണ്ടി ഞാനും പ്രയാഗയും കൂടി ഒരു ഓട്ടോ വിളിച്ച് സാഹസികം പോയി. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലേക്ക് അതിനിടയ്ക്ക് വിളിച്ച് ചോദിച്ചു ഇവരെത്തിയോന്ന് അറിയാൻ വേണ്ടി. വിളിച്ച് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് അവർക്ക് അറിയത്തില്ല. നമ്മൾ രാത്രിയിലത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുമാരെ അടുത്ത ഡ്യൂട്ടിയിലുള്ള ആൾ വന്നായിരുന്നു ആ സമയത്ത്. അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അഥവാ ഒരു ഹോട്ടലിൽ വന്നാലും അവർക്ക് കയറാൻ പറ്റില്ല. ബിക്കോസ് 2 റൂം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 റൂമിന്റെ കീ എന്റെ ബാഗിൽ. അപ്പോൾ പിന്നെ അവർക്ക് റൂമിൽ പുറത്ത് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഹോട്ടലിൽ ഞങ്ങൾ എന്തായാലും ഞാനും പ്രയാഗയും കൂടെ അതിൽ കരം കണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ പോയി. അബി ആ ഗേറ്റിൽ കൂടി എല്ലാം 2-3 പ്രാവശ്യം, അല്ലേ എത്ര പ്രാവശ്യം കറങ്ങി, 2-3 പ്രാവശ്യം എല്ലാ ഗേറ്റിൽ കൂടി കറങ്ങി. അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. ആ ഉള്ളിൽ വെച്ചാൽ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കുറെ സ്ഥലത്തോട് നോക്കാൻ പറ്റും. അതിലേക്ക് കൂടി പോയി. ആ ഏരിയയിൽ കൂടി നമുക്ക് ദർശനം നടക്കുമ്പോഴത്തേക്ക് പിന്നെയും കയറാൻ പറ്റില്ല, ഫുൾ ക്യൂ അല്ലേ. നമ്മൾ ആ ഏരിയ കൂടി മൊത്തം പിന്നെയും നടന്നു. എന്നിട്ടൊന്നും കാണുന്നില്ല. അവിടെ അനൗൺസ് ചെയ്യിപ്പിച്ചു ചെരുപ്പില്ലാതെ കൂടി. അതാണ് ആലോചിക്കട്ടെ. ചെരുപ്പില്ലാതെ ഇപ്പൊ നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ എപ്പോഴും സ്ഥിരം ചെരുപ്പിട്ട് വീട്ടിൽ കൂടി ചെരുപ്പിട്ട് നടന്ന് അങ്ങനെ എല്ലായിടത്തും ചെരുപ്പിട്ട് നടന്നിട്ട് അവസാനം അനൗൺസ് ചെയ്യിപ്പിച്ചു. അവിടെ 2 വട്ടം അനൗൺസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇവരെ കാണുന്നില്ല. ഞങ്ങൾ ആലോചിക്കട്ടെ ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരുടെയും ഫോണിൽ വിളിച്ചുകൂടെ. ശരിക്കും ആക്ച്വലി സംഭവിച്ചത് ഇവര് നേരത്തെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോഴും ക്യൂ നിൽക്കുമല്ലേ, 1.5 മണിക്കൂർ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി കാണുമെന്ന് പറഞ്ഞാൽ അവർ ഈസ്റ്റ് ഗേറ്റിൽ കൂടി പുറത്തിറങ്ങി. ഈസ്റ്റ് ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ കാണുന്നില്ല. അവരവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അവിടുത്തെ പോലീസുകാരനോട് ഫോൺ ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അമ്പലം ആയതുകൊണ്ടായിരിക്കും മേ ബി കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഫോൺ സമ്മതിക്കത്തില്ല, അവർ കൊടുത്തില്ല. അവരവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാതെ അവസാനം വേറെ ആരുടെയോ ഫോൺ മേടിച്ച് അബിയുടെ ഫോണിലേക്ക് വിളിച്ചു. അബിയുടെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അബിയെ കിട്ടിയില്ല. 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ എൻ്റെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാനും പ്രയാഗ അന്നേരം ഹോട്ടലിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ആ ചെരുപ്പ് കൊടുത്ത ഭാഗത്തുണ്ട്. നമ്മൾ ചെരുപ്പ് കൊടുത്തില്ലേ ആ ഭാഗത്തുണ്ട്.
എന്താ പ്രശ്നം? എല്ലാ ഗേറ്റിന്റെ അവിടെ ചെരുപ്പ് കൊടുക്കാൻ സ്ഥലമുണ്ട്. അവര് ഈസ്റ്റ് ഗേറ്റിന്റെ ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുക, അവിടെയാണ് ഞങ്ങളുടെ ചെരുപ്പ് കൊടുത്തതെന്ന് ഓർത്തിട്ട് ഞാൻ ആ ഗേറ്റ് എല്ലാം ഒരേപോലെ ഇരിക്കും. എല്ലാ ഗേറ്റിന്റെ അവിടെ ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലം ഒരുപോലെ ഇരിക്കും. അപ്പൊ അവര് അവിടെ പോയിരിക്കും, ഇവിടെയല്ലേ നമ്മള് കയറിയ വിചാരിച്ചു മാറിപ്പോയതാണ്. ഞാൻ ചോദിച്ചാൽ അത് ഏത് ഗേറ്റ് ആണെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് ഈസ്റ്റ് ഗേറ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. ഈസ്റ്റ് ഗേറ്റ് ആണ് ആ ചെരുപ്പ് കൊടുക്കുന്നത്. നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ്. പിന്നെ അബി സൗത്ത് ഗേറ്റിൽ നിൽക്കും. അപ്പോഴും സൗത്ത് ഗേറ്റിലല്ല, എല്ലാ വെസ്റ്റിലും അങ്ങോട്ട് നിൽക്കുക, എല്ലാ ഗേറ്റിലും തപ്പി കിടക്കുക. ഞാൻ പിന്നെ അബിയെ വിളിച്ച് പറഞ്ഞ് അബി ഈസ്റ്റ് ഗേറ്റിൽ പോയി അവരെ പിക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ പോയി കിട്ടി. അതുകൊണ്ട് എന്നിട്ട് ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്തതാ. ഇപ്പൊ ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ല പ്രയാഗ. അതുകൊണ്ട് ഞങ്ങൾ മധുരയിൽ വേറെ കൂടുതലായിട്ട് ആ ഒരു ടെൻഷൻ കാരണം രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒന്നും കാഴ്ചകളൊന്നും വേറെ കാണണ്ട. ഞങ്ങൾ രാമേശ്വരം പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് കാണാതെ പോയി തിരിച്ചു കിട്ടിയത്. അദ്ദേഹത്തെ കാണാതെ പോയ മഹാൻ അവിടെ ഇരിപ്പുണ്ട്. പ്രണവേദിന്റെ മുഖം ഒന്ന് കണ്ടിട്ടുള്ള എല്ലാവരും കാണാതെ പോയ മഹാൻ. അമ്മയെ കാണുന്നില്ല, അമ്മയുണ്ട് കാണാതെ പോയ ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ അതെ അവര് പറയും ഞങ്ങളെ മനസ്സിൽ നിങ്ങളാ കാണാതെ പോയത്. അവര് ഇവരെ കാണുന്നില്ലല്ലോ, ഇവരെ കണ്ടുകിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളെ തപ്പിടക്കും. അവരുടെ കഥ വേറെയാണ്. അവർ അമ്പലത്തിന്റെ അകത്തോടി 2-3 റൗണ്ട് ഞങ്ങളെ തപ്പി നടന്നു. എന്നിട്ടും ഞങ്ങളെ കാണാനിട്ട് അവർ പുറത്തിറങ്ങി ഗേറ്റിലാണ് നമ്മൾ തപ്പി നടന്നു. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടന്നു. അതാണ്. അപ്പൊ ഇനി ഇന്നിപ്പോ ഞങ്ങള് രാമേശ്വരത്ത് എന്ന് ഇനി അവിടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന രാമേശ്വരത്താണ്. അവിടെ അതെ അയ്യോ അത് പ്രശ്നം വെച്ചാൽ ഈ ചെരുപ്പില്ലാതെ നടക്കാന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടപാടായി പോയി. ഈ 1.5 മണിക്കൂർ ക്യൂവിൽ നിന്ന് നടന്ന് ഇന്നിനി രാമേശ്വരത്ത് നിന്ന് റൂം എടുത്ത് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി പുറത്ത് വൈകുന്നേരം ഈവനിങ് എല്ലാം പുറത്തൊക്കെ ഇറങ്ങാന്ന് വിചാരിക്കുന്നേ. അതെ. അപ്പൊ നമ്മള് ഇൻട്രോ പറഞ്ഞില്ലല്ലോ, പറ. ജസ്റ്റ് സ്പോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇപ്പൊ രാമേശ്വരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ആണ്, NH87 ഹൈവേ ആണ് പറഞ്ഞത്. അതെ, സൈഡിൽ എഴുതി വെച്ചേക്കുന്ന. അതെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി. അത് വിശന്നിട്ട് വയ്യാതാണ്, അതാണ് ഏറ്റവും രസം. രാവിലെ ഞങ്ങൾ ഒന്നും കഴിക്കാനല്ലേ പോയത്. 5 മണിയായപ്പോ പോയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ ചെക്കൗട്ട് ഒക്കെ ചെയ്ത് ഇപ്പൊ ജസ്റ്റ് ഫുഡ് കഴിച്ചിറങ്ങിയുള്ളൂ. ഇപ്പൊ സമയത്തെ 12:57. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വിശപ്പ് കാരണം കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് അതിന് ഒന്നും തോന്നിയില്ല. കഴിച്ചിട്ട് ഫസ്റ്റ് ആദ്യം കഴിക്കാം എന്നിട്ട് മതിയെന്ന് വിചാരിച്ചു. അത്ര സമയം ഭക്ഷണം കഴിക്കാതെ അവശതയായി പോയി. അതിനിടയ്ക്ക് പ്രയാഗപ്പള്ളി പ്രസാദത്തിനകത്ത് 2 പഴം അടിച്ചു മാറ്റി കഴിച്ചു. അവിടെ കൊടുത്തത് പ്രസാദം കൊടുത്തതിനകത്ത് കിട്ടിയ 2 പഴം കഴിച്ചു. അല്ലേ, പാവം കുഞ്ഞല്ലേ ഒക്കെ വിശന്ന്. ബാക്കി പ്രസാദം ലഡു അല്ലേ, ആ ലഡു ബാഗിലുണ്ട്. ഓക്കെ, അങ്ങനെ അതെ, അങ്ങനെ ഒന്ന് കാണാതെ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ. ഇനിയിപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഈ എവിടെയായാലും ഒരുമിച്ചേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിലും ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് കയറും, അത്രേ ഉള്ളൂ. അല്ല, അമ്മയ്ക്ക് വെയിറ്റ് ചെയ്ത് കയറാൻ പറ്റത്തില്ല, ക്യൂ ഒന്നും അത്ര സമയം ഒന്നും നിൽക്കൽ പറ്റത്തില്ല. അപ്പൊ ഒരുമിച്ച് കയറാം. അപ്പൊ അത്ര രാവിലെ ആയിട്ട് അത്ര ക്യൂ പ്രതീക്ഷിച്ചില്ല. അതാണ് പ്രശ്നം പറ്റിപ്പോയെ. ഇവിടെ വലിയ പരിചയമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ മധുരയില്, അതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാണാതെ പോകല് കഥ ഇതിനിടയ്ക്ക് നടന്നു. ശരിക്കും കുറച്ച് സമയമാണെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് വെപ്രാളപ്പെട്ടുപോയി. അപ്പൊ ഇനിയിപ്പം മധുരയിൽ പോകാനുള്ള ആൾക്കാർ നോക്കേണ്ട കാര്യം, നമുക്ക് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പറ്റത്തില്ല. മധുര എന്നല്ല, ഇപ്പൊ ഞങ്ങള് നമ്മുടെ ഉത്തർപ്രദേശ് മധുര അവിടെ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ശ്രീകൃഷ്ണ ജന്മഭൂമി മധുരയിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. സകലമാന സാധനങ്ങൾ, ഫോണായിക്കോട്ടെ, സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, അയ്യോ കുഴിയടിയണം, സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, പവർ ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ സാധനവും ക്ലോക്ക് റൂമിൽ വെക്കണം. സോ ഒരു കമ്മ്യൂണിക്കേഷനും പറ്റത്തില്ല. താജ്മഹൽ പോയപ്പോൾ ഫോൺ കൊണ്ടുപോയിരുന്നു, പക്ഷെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെയുള്ളായിരുന്നു. കേരളത്തിലുള്ള എല്ലാ പിൽഗ്രിം സെന്ററുകളിലും ഇപ്പൊ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലായിടത്തും നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒരു വാങ്ങിച്ചു വെക്കും. ഓൾ ഇന്ത്യ, കേരളത്തിലല്ല ഓൾ ഇന്ത്യ, എല്ലായിടത്തും. ഇപ്പൊ തമിഴ്നാടാണല്ലോ, ശരിയാ, എല്ലായിടത്തും എല്ലാം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാല്. സോ ഫാമിലിയായിട്ട്, ഗ്രൂപ്പായിട്ട് പോകുന്നവര്, കുട്ടികളായിട്ട് പോകുന്നവര്, പ്രായമായവരായിട്ട് പോകുന്നവര് കൂട്ടത്തെറ്റി പോവാതെ ഇരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ പണി കിട്ടും. പിന്നെ ഇങ്ങനെ ഈ 3-4 ഗേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ ഏത് ഗേറ്റിൽ കൂടിയാണ് കയറുന്നതെന്ന് ഗ്രൂപ്പിലുള്ള എല്ലാവരും അവെയർ ആയിരിക്കാം. അങ്ങനെ ഞങ്ങള് രാമേശ്വരത്തോടടുത്തു. രാമേശ്വരം എത്തുവാണ്. ക്ലൈമറ്റിന്റെ ചെറിയ പ്രശ്നം കാരണം തൊണ്ടയിൽ കിച്ച്. ഒരു സൈഡ് കണ്ടോ, ഫുള്ള് കടലാണ്. റോഡ് ഒരു സൈഡിൽ കൂടെ, റോഡ് ബീച്ചിന് സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ രാമേശ്വരം എത്തും. നല്ല രസമാണ്. ആ സൈഡും കണ്ടു. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ആ സൈഡ്
ഈ സൈഡും വെള്ളം, അതും കടൽ തന്നെയല്ലേ? യെസ്, കടൽ തന്നെയാണ്. അപ്പൊ ഇതാണ് പാമ്പൻ പാലം. ഇനി ആ സോ നമ്മള് പാമ്പൻ പാലത്തിൽ കൂടെയാണോ പോകുന്നേ? ആ അതെ അതെ, റെയിൽവേ ഉണ്ട്. അപ്പോ നമ്മള് പാമ്പൻ ബോർഡ് കണ്ടോ? ആ അപ്പൊ നമ്മള് പാമ്പൻ പാലത്തിലേക്ക് കേറാൻ പോവാ. അതെ അതെ, നമ്മള് പാമ്പൻ പാലത്തിലേക്ക് കേറാൻ പോവാണ്. എഴുതി കാണിച്ചു. ആ പാമ്പൻ പാലാണെ ഞാൻ ഇറങ്ങി വന്ന് പാമ്പൻ പാലം കാണിക്കാം. ഞങ്ങൾ പാമ്പൻ പാലം ഇറങ്ങി കാണിക്കാം. പാമ്പൻ പാലത്തിലേക്കാണ് കയറുന്നത്. യെസ്, ഹിസ്റ്റോറിക് പാമ്പൻ പാലം. രണ്ട് സൈഡിലും മയില് കണ്ടോ? ഈ മയില് ഞാൻ കാണിക്കാം, മയിലിനെ കാണിക്കാവേ. ഇതൊക്കെ ഉണ്ടോ? മയിലുകളാണ് നിൽക്കുന്നേ. കാക്ക പോലെ നിൽക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കാക്ക വന്നിരിക്കണ പോലെയാണ് മയില് വന്നിരിക്കുന്നേ. അടിപൊളി, എന്ത് രസം. പുറത്ത് നല്ല വെയിലും ചൂടും കേട്ടോ. ആ നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല വെയിലും ചൂടും ഉണ്ട്. എല്ലാവരും വണ്ടിക്കകത്തിരുന്ന് കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ആ സൈഡിലത്തെ ഒന്ന് കാണിച്ചേത്, ആ സൈഡിലത്തെ ബീച്ച് ഒന്ന് കാണിച്ചേ. അപ്പോൾ പുറത്തിറങ്ങി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അവിടെ ഞങ്ങൾ പാമ്പൻ പാലത്തിലേക്ക് കയറി. ഇവിടെ അതാ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, പാമ്പൻ റോഡ് ബ്രിഡ്ജ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ഇന്ദിരാഗാന്ധി. ഓ, രാജ് ബഹദൂർ. എന്താ കാറ്റെന്നറിയോ ഇവിടെ? ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സീ ബ്രിഡ്ജ്. രണ്ട് സൈഡിലും കടലാണ്. കടലിനെ ബന്ധിപ്പിച്ചിട്ട് ഫസ്റ്റ് സീ ബ്രിഡ്ജ് പാമ്പൻ പാലത്തിൽ കൂടെ ഇപ്പം നടക്കുന്നത്. വാവ്, ഇത് നമ്മുടെ ഇന്ത്യ മെയിൻലാൻഡിനെയും രാമേശ്വരത്തിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് സീ ബ്രിഡ്ജ്. രണ്ട് സൈഡിലും കടൽ. അവിടെ ഒരു റെയിൽ പാതയുണ്ട് കേട്ടോ, പാമ്പൻ റെയിൽ പാതയും പോകുന്നുണ്ട്. സൈഡിൽ കൂടി ട്രെയിൻ പോകുന്ന റെയിൽ പാതയും പോകുന്നുണ്ട്. അതുകൊണ്ടോ കടൽ കണ്ടോ, നന്നായിട്ട് തിര അടിക്കുന്നുണ്ട്. എന്താ കാറ്റ്! അയ്യോ, കാറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ കാറ്റ്. എൻ്റെ കോലം കാണ്, ഈ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. ഡ്രസ്സും മുടിയൊക്കെ അത് പറന്ന് കളിക്കുക. അതേപോലത്തെ കാറ്റ്, ഒരു രക്ഷയില്ല, പറന്നു പോകും. അതുപോലത്തെ കാറ്റാ പാമ്പൻ പാലത്തേൽ. വാവ്, പ്രയാഗ് വേണ്ടിയിട്ട് അച്ഛൻ പിടിച്ചേക്കാണോ? പ്രയാഗയെ പ്രയാഗ് പറന്നു പോയിരിക്കും, അച്ഛൻ പിടിച്ചേക്കാണോ? ഓ സത്യം, ആ മധുരയിൽ കൂടെ നടന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറി ഇപ്പം ഈ കാറ്റടിച്ചപ്പോഴല്ലേ. അയ്യോ കേട്ടോ, നീ പഠിച്ചിട്ടില്ലേ GK-യിൽ പാമ്പൻ പാലം ഏതാന്ന്? ആ പാമ്പൻ പാലത്തിൽ കൂടി ഇപ്പം നമ്മൾ നടക്കുന്നേ. വാവ്, ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ലേടാ വാവേ? നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് കടൽപ്പാലം, കടലിൽ കൂടിയുള്ള പാലം. അതിൻ്റെ കൂടെ നടക്കുകയാണ്. ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ വണ്ടികൾ പോകുന്ന റോഡ് പാലം, മറ്റേ സൈഡിൽ ട്രെയിന് പോകുന്നു, തിരയടിക്കുന്ന കടൽ. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം, നോക്കൂ എന്ത് വേസ്റ്റാണെന്ന്. ഇതൊക്കെ തുണിയോ എന്തൊക്കെയോ ഇട്ടിരിക്കുന്നത്, എന്തൊക്കെയൊക്കെയോ വേസ്റ്റുകളൊക്കെ ഈ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് വരെ ഉണ്ട്. നമ്മുടെ ആളുകളുടെ സിവിക് സെൻസ് കുറഞ്ഞു വരുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മൾ എവിടെ ചെന്നാലും ഇതേപോലുള്ള സാധനങ്ങൾ കാണാം. ദൂരേക്ക് നോക്ക്, നല്ല സൂപ്പർ കടൽ. ദാ മയിൽ ഇപ്പോഴും പോയിട്ടില്ല, മയിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. മയിലുകൾ പോവില്ല. കടൽക്കാക്കയാണോ? അല്ല, പരുന്തും കടൽക്കാക്കയും എല്ലാം പറക്കുന്നുണ്ട്. അവിടെയൊക്കെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്. ചരക്ക് നീക്കത്തിനുള്ള ബോട്ടുകൾ ആ സൈഡിൽ ദൂരെയായിട്ട് ഒരുപാട് ബോട്ടുകൾ കാണാം. ഒരുപാട്. നമ്മൾ നേരെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് രാമേശ്വരത്തിന് അധികം ദൂരം ഇല്ല. ഒന്ന് രാമേശ്വരത്താണ് സ്റ്റേ. അത് കഴിഞ്ഞ് രാമേശ്വരത്ത് ധനുഷ്കോടി കാണണം എന്നുള്ള പല പല പ്ലാനുകളാണ്. വണ്ടി പോകുമ്പോൾ ഇവിടെയൊക്കെ കുടുങ്ങുന്നു. വാവ്,
പാമ്പൻ പാലത്തെ കൂടെ നടക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാമ്പൻ പാലത്തെ കൂടെ നടക്കാൻ. ഒരു ഫോട്ടോ എടുക്കാം അമ്മയുടെ അല്ല അച്ഛയുടെ. ഇവിടെ നിന്ന് എത്ര സമയമാണ് നിൽക്കും കേട്ടോ. ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 33.5 കാണിച്ചു. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഒന്നും തന്നെ അറിയുന്നില്ല. അത്ര പോലെ കാറ്റാണ്, ഒന്നും അറിയുന്നില്ല. അതുപോലെ പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ കാറ്റാ. വേഗ പ്രണോട്ട് ഇങ്ങോട്ട് വാ, പത്ത് വാ. ഈ കൂടെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഓക്കെ. ആ അത് ഞാൻ കണക്ട് ചെയ്തിട്ട് മൈക്ക് ഉള്ളത് കൊണ്ട് അത് കണക്ട് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി വ്യൂ. ഈ വ്യൂ മാത്രം കണ്ടാൽ പോരല്ലോ നമുക്ക്. അപ്പം നമുക്ക് പാമ്പൻ പാലത്തേക്കൂടെ കുറച്ച് നടന്നു. ഇനി പതിയെ വണ്ടി എടുത്ത് പോവാം. അമ്മയ്ക്ക് കാലുവേദനയാണ്. മധുരയെക്കൂടെ നടന്നിട്ട് അമ്മയ്ക്ക് നല്ല കാലുവേദന അമ്പലത്തിൽ നടന്നിട്ട്. അതുകൊണ്ട് അമ്മ ഇറങ്ങിയില്ല. ഇവിടെ നിന്ന് തന്നെ കണ്ടോളാം. അവർ കാറിലിരുന്ന് തന്നെ പാമ്പൻ പാലം കാണുകയാണ്. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്താലേ ഉള്ളൂ, എല്ലാവർക്കും ഒന്ന് ക്ഷീണം മാറത്തുള്ളൂ. വൈകുന്നേരം ബീച്ചിൽ പോകണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആരോഗ്യം അനുവദിച്ചാൽ ബീച്ചിൽ പോകണം. വാവേ ഇഷ്ടപ്പെട്ട വാവേ? വാവേ ഇഷ്ടപ്പെട്ട വാവേ? റോഡിൽ കൂടി വണ്ടി പോകുന്നുണ്ട്, സൂക്ഷിച്ച് കിടക്കണം നമ്മൾ. നിക്ക് വെയിറ്റ്. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു പാലത്തിന്റെ. നോക്ക് കാറ്റിന്റെ ഫ്രീക്വൻസി നോക്ക്. ശരിക്കും ചെറിയ പറന്നു പോകും. മൊബൈലിൽ കാണുമ്പോൾ സ്റ്റാൻഡ് മുറുക്കം പിടിച്ചേക്കോ, അല്ലെങ്കിൽ മൊബൈൽ പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ 3 പേര് കാറ്റത്തതാ ഇപ്പൊ പാറി പോകുന്ന പോലെ ഇപ്പൊ കാറ്റത്ത് പാറി പോകുന്ന 3 ആൾക്കാരെ കാണും. എന്തൊരു കാറ്റ്, ഭയങ്കര കാറ്റ്. ആ മൊബൈൽ അരങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ. ബാക്കിയല്ലാതെ പരുന്താ എന്താ കാറ്റ് ഫുള്ള്. ഇവിടെ വ്യൂ അടിപൊളിയാട്ടോ. ഷിപ്പിങ്ങിന്റെ ബോട്ടുകൾ കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ്. പ്രേകം മൃഗം പിടിച്ചോ, അല്ലെങ്കിൽ പ്രേകം ഞങ്ങൾ പറന്നു പോകും. പ്രേകം പറന്നു പോകില്ലേ പ്രേക? പിടിച്ചതോ പ്രേകയുടെ ഉടുപ്പൊക്കെ പറത്തിക്കൊണ്ട് പോവാ. നോക്ക് എന്താ കാറ്റ്. പ്രളവിന്റെ പേഷ്യന്റൊക്കെ പറന്നു പോവാ. നോക്ക് ഒടിയൊക്കെ പറന്ന് കളിക്കുക. എന്തൊക്കെ കാക്കകളാ നോക്ക്. കാക്കയല്ല, പരുന്തുകളാ നോക്ക് പറഞ്ഞത്. എന്റെ മൊബൈലിൽ പറത്തിക്കൊണ്ട് പോകുന്നത് എന്തൊക്കെ കാറ്റത്. അടിപൊളി കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഈവനിങ് ടൈം ഇപ്പോൾ 4 മണി കഴിഞ്ഞ സമയമാണ്. അപ്പൊ അതുകൊണ്ട് 4 മണിയായി തോന്നുന്നല്ലേ? 4 മണി ആയില്ല, 3:45. അപ്പൊ നല്ല കാറ്റും ചൂടും ഇല്ല, അധികം സൂപ്പർ ക്ലൈമറ്റും. ഈ കാറ്റ് നടക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് നടക്കുമ്പോൾ ശരിക്കും നമ്മളിതാ പോവാ. ഡ്രസ്സൊക്കെ പൊങ്ങി പോകുന്നുണ്ട്. അതുപോലെ ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റ്. ഈ കാറ്റത് ഇതാണ്. പാമ്പൻ പാലത്തേക്കൂടെ വണ്ടിയൊക്കെ പോയി ഒറ്റ ഫ്രെയിമിൽ 2 സൈഡിൽ കടൽ, പാലം. വാവ്. അങ്ങനെ ഞങ്ങൾ ഇതാ പാമ്പൻ പാലത്തെ കൂടി വണ്ടിയിൽ രാമേശ്വരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പൻ പാലത്തിൽ ഇറങ്ങി ഇന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നാ കാറ്റ് നിങ്ങൾ കണ്ടതല്ലേ. ഇതായപ്പോൾ പാമ്പൻ പാലത്തിൽ കൂടി രാമേശ്വരത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് രാമേശ്വരത്താണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇനി ഒരുപാട് ഞങ്ങൾ ലെങ്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ. ബാക്കി രാമേശ്വരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം ബൈ പറഞ്ഞ പ്രയാഗ. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബട്ടൺ ഞെക്കാൻ മറക്കല്ല. അപ്പോൾ ബൈ. അതെ, മൈൽസ് ടു ഗോ ബിഫോർ യു സ്ലീപ്പ് എന്ന് പറഞ്ഞത്. അതെ, 2.2 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. യെസ്, ബൈ.